ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ സ്റ്റഡി വ്ളോഗ്. എൻ്റെ ലാസ്റ്റ് സ്റ്റഡി വ്ളോഗിൽ കുറേ നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ വന്നു. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഇന്നിപ്പോൾ 3rd ജൂൺ ആണ്, സമയം 9 മണിയാണ്. എനിക്ക് AFMൻ്റെ എക്സാം വരുന്നത് 5-ാം തീയതിയാണ്. സോ ഐ തോട്ട് ഇന്നും നാളെയും ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് ഒന്ന് വീഡിയോ എടുത്ത് വെക്കാമെന്ന് പറയാൻ വിട്ടുപോയി. ഐ എം സിദ്ധാർത്ഥ്. ഞാൻ ഒരു ACC ഫൈനലിസ്റ്റാണ്. ഇപ്പോൾ എൻ്റെ ലാസ്റ്റ് പേപ്പർ ചെയ്യുന്ന എലാൻസിൽ. ഞാൻ ഈ ഒരു ചാനലിലൂടെ സ്റ്റഡി റിലേറ്റഡ് വീഡിയോസും അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പം വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഇന്നത്തെ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് മേജേഴ്സ് ആൻഡ് അക്യൂസേഷനും അതേപോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെയും രണ്ടിൻ്റെയും ക്വസ്റ്റ്യൻസ് റീഡു ചെയ്യാം. പുതിയൊന്നും ചെയ്യുന്നില്ല, ഓൾറെഡി ചെയ്ത് തന്നെ ഒന്നുകൂടി ചെയ്യുകയാണെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് തറവാകുമല്ലോ. ഇപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി പോയി. മഴയൊക്കെ ആയിട്ട് എനിക്ക് രാവിലെ എണീക്കാൻ ഇപ്പോൾ ഭയങ്കര മടിയാണ്. എല്ലാ ദിവസവും 9 മണിയായിട്ട് എഴുന്നേൽക്കുള്ളൂ. അപ്പോൾ ഇനി അധികം സമയം കളയണ്ട, നമുക്ക് വേഗം പഠിക്കാതിരിക്കാം. എന്ത് രസമല്ല ഇപ്പോൾ ചെറിയ മഴയൊക്കെ ആയിട്ട് കിടന്നുറങ്ങാൻ തോന്നുന്നത്, സത്യം പറയാലോ. ഈ എക്സാം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഒരു 9 മണിക്ക് എണീക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 10 മണിയായിട്ടേ എണീക്കുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് മിച്ചറൊക്കെ വായിത്തുന്നത്, പത്രമൊക്കെ വായിച്ചിരിക്കാൻ കേട്ടോ. ഈ പരീക്ഷ കഴിഞ്ഞിട്ട് വേണം, ഞാനിതൊക്കെ ചെയ്യും കുറേ കാലം. ഞങ്ങൾ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുന്ന ടൈമിൽ മിസ്റ്റേക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു പേജിൽ ഓരോ ചാപ്റ്ററിലും നിങ്ങൾ സ്ഥിരമായിട്ട് വരുത്തിക്കൊണ്ടിരുന്ന മിസ്റ്റേക്സ് എഴുതുക. എന്നിട്ട് ഓരോ പ്രാവശ്യം ആ ചാപ്റ്റർ വായിക്കുമ്പോഴും ഈ മിസ്റ്റേക്സും കൂടി ഒന്ന് വായിക്കുക. അപ്പോൾ മിസ്റ്റേക്സ് എഴുതുമ്പോൾ ഭയങ്കര ഇംഗ്ലീഷിലൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ മലയാളത്തിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്താണ് നമ്മൾ മിസ്റ്റേക്ക് വരുത്തുക അത് എഴുതി വെച്ചാൽ മതി. നിങ്ങൾക്ക് എക്സാമിന് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുള്ളാകാൻ പോകുന്ന സംഭവമാണത്. ഇപ്പോൾ സമയം 2:30 ഇനി ജസ്റ്റ് എനിക്ക് ഫുഡ് കഴിച്ച് വന്നിട്ട് ഒന്ന് മുടി വെട്ടിയിട്ട് വേണം മേജേഴ്സ് ആൻഡ് അക്യൂസേഷൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യാൻ. ഇനി നാളത്തെ എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക, റഫായിട്ട് എല്ലാ ക്വസ്റ്റ്യനും കൂടി ഒന്ന് നോക്കി പോവുക. അതേപോലെ തന്നെ തിയറി ഒന്നുകൂടി ഫോക്കസ് ചെയ്യാം. കാരണം എനിക്ക് തോന്നുന്നില്ല ഞാൻ തിയറി ആവശ്യത്തിന് പഠിച്ചിട്ടുണ്ടെന്ന്. എല്ലാത്തിൻ്റെയും ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമെന്നല്ലാതെ അങ്ങനെ പ്രോപ്പറായിട്ട് തിയറിക്കായിട്ടൊരു ടൈം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ നാളെ ഇരുന്ന് തിയറിയും കാര്യങ്ങളൊക്കെ നോക്കണം. ഏതായാലും ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വേഗം പോയി മുടി വെട്ടിയിട്ട് വരാം. ഇപ്പോൾ ഞാനിരുന്ന് തിയറിയും കാര്യങ്ങളൊക്കെ വായിക്കുകയാണ്. കാരണം AFMന് നല്ലൊരു ഭാഗം തിയറി ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ മിക്കവാറും നമ്മൾ കാൽക്കുലേഷൻസ് ആണ് കൂടുതൽ ഒന്നും കൂടി ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇന്നും നാളെ ഇരുന്നിട്ട് തിയറി ഫുള്ളൊന്ന് ഒറ്റ പ്രാവശ്യം ഒന്ന് വായിച്ചു പോയാൽ മതി. കാരണം എക്സാം തലേന്നായതുകൊണ്ട് നമുക്ക് ഓർമ്മ ഉണ്ടാവും അത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ PDF ഒന്ന് വായിച്ച് തീർക്കാം. എന്നിട്ട് എനിക്ക് കടയിൽ പോകണം. ബാക്കി നമ്മൾ കടയിൽ ഇരുന്നിട്ടായിരിക്കും പഠിക്കുക. ഇപ്പോൾ സമയം 11:20 ആയിട്ടുണ്ട്. എനിക്ക് ഡൗട്ടുള്ള കുറച്ച് പോർഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ട് തീർത്ത് എല്ലാം ക്ലിയർ ചെയ്തു. ഇനിയിപ്പോൾ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് റീൽസും കണ്ട് നേരെ കയറി കിടന്ന് ഉറങ്ങണം. എന്നിട്ട് ബാക്കി തിയറിയും കാര്യങ്ങളൊക്കെ നാളെയാണ് ഇനി പഠിക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇത് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. കാരണം ലൈക്കൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതൽ പേരിലേക്ക് ഈ വീഡിയോ എത്തുള്ളൂ. ഇന്ന് വ്യാഴാഴ്ചയാണ് 4-ാം തീയതി. നാളെയാണ് നമ്മുടെ എക്സാം വരുന്നത്. സമയം ഇപ്പോൾ 9:23 ആയി.
ഞാൻ 9 മണി തൊട്ട് പഠിക്കണം എന്നാണ് വിചാരിച്ചത്, പക്ഷേ എഴുന്നേറ്റപ്പോൾ തന്നെ 9:15. അപ്പോൾ ഇനി തീരെ സമയം കളയാനില്ല, വേഗം പോയി കോഫി എടുത്ത് വരണം. ഒരു 9:30 തൊട്ട് 1 മണി വരെ പഠിക്കണം. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് മെയിൻലി റിവിഷനാണ് ചെയ്യുന്നത്. പുതിയ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊന്നും ട്രൈ ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ പുതിയ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കും. അപ്പോൾ അതിനേക്കാളും ബെറ്റർ അറിയുന്നതിന് ഒന്നുകൂടി നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ അത് എക്സാമിന് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. നമ്മളിപ്പോൾ ഇരുന്നിട്ട് വാക്കാണ് നോക്കിയത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യനും കണക്ക് റിവൈസ് ചെയ്തു. ഇനി ഇതൊന്ന് റാൻഡം ആയിട്ട് ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ ചെയ്യണം. ഓൾറെഡി ചെയ്ത് തന്നെ ചെയ്യുള്ളൂ കേട്ടോ, കാരണം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അറിയാത്തത് പിന്നെ ഇപ്പോൾ ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ല. ബാക്കി പിന്നെ ആദ്യം തൊട്ട് തിയറി കാര്യങ്ങളൊക്കെ ഒന്ന് വായിക്കുക. അതേപോലെ തന്നെ ഞാൻ പുതിയ നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ChatGPT വെച്ചിട്ട്, തിയറി മാത്രം. അപ്പോൾ അതും കൂടി ഒന്ന് വായിച്ചാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചിക്കൻ കറിയും അപ്പമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അപ്പമല്ല, വേറെ എന്തോ ഒരു സാധനമാണ്. ഇപ്പോൾ സമയം 11:30 അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, റീകൺസ്ട്രക്ഷൻ്റെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിക്കാം. ഞാൻ ChatGPT വെച്ച് നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ നോട്ട്സും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ട് ഒരാൾ പ്ലാൻ കഴിഞ്ഞു. പിന്നെ വൈകിട്ട് തൊട്ട് രാത്രി വരെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സാറ് തന്ന നോട്ട്സ് ഉണ്ട്, അതേപോലെ തന്നെ ഇതിൽ എഴുതി വെച്ച കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടി ഒന്ന് റഫായിട്ട് നോക്കുക. ജസ്റ്റ് ഇനി നമ്മൾ ഒരുപാട് അങ്ങനെ പഠിക്കുന്നതിൽ കാര്യമൊന്നുമില്ല, കാരണം ഇത്രയും കാലം കിട്ടി പഠിക്കാത്ത ഒന്നും ഇനിയിപ്പോൾ പഠിക്കാനില്ല. ജസ്റ്റ് വായിച്ചു നോക്കുക, പറ്റുന്ന പോലെയൊക്കെ റിവൈസ് ചെയ്യുക. പിന്നെ നാളത്തേക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് ബാക്കി. ഇപ്പോൾ 1:15. ഫാക്കൽറ്റി തന്നിട്ടുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ChatGPT ഒക്കെ ഉപയോഗിച്ചിട്ട്, അതൊക്കെ ഒന്ന് വായിച്ച് തീർക്കണം. അപ്പോഴാണ് ഈ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോട്ട് എനിക്ക് വന്നത് കേട്ടോ. ഇത് എത്ര ശരിയാണ് നോക്ക്. നമ്മുടെ ഫാക്കൽറ്റീസ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ച് തന്നു, എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷെ നമ്മളത് ഉൾക്കൊള്ളാൻ റെഡിയല്ല, അല്ലെങ്കിൽ അത് പഠിച്ചെടുക്കാൻ റെഡിയല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും ഇത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളായിരിക്കും. ഇനിയിപ്പോൾ ഏതായാലും ഫുഡ് കഴിച്ചിട്ട് വരാം. എനിക്ക് രാത്രിയും ഫുഡ് കഴിക്കാൻ നേരമാകുമ്പോൾ ഇത് എവിടുന്നാന്ന് അറിയില്ല കേട്ടോ, കറക്റ്റ് ടൈമിനെത്തും. ഞാനിതിങ്ങനെ എടുത്ത് പുറത്തിറങ്ങുമ്പോൾ ഇവിടെ ഉണ്ടാവും. ഏതാ നീക്ക് ഏതാ കൂടാ ആരാന്നൊക്കെ എനിക്ക് അറിയില്ല കേട്ടോ. ഇവിടെ വെറുതെ വന്ന് കൂടിയിരിക്കുകയാണ് ജൂവിൻ്റെ ഫുഡ് മോഷ്ടിക്കാൻ വേണ്ടി. ഇപ്പോൾ 4:55. അപ്പോൾ ഇപ്പോൾ ഇരുന്നാൽ ഒരു 7 മണി അല്ലെങ്കിൽ 8 മണിയോട് കൂടിയൊക്കെ ഈ തിയറി വായിച്ച് തീർക്കാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കുക. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. നാളെ രാവിലെ ഇനി നോക്കാനും സമയം കിട്ടില്ല, കാരണം രാവിലെ ഒരു 6 മണിക്കെങ്കിലും ഇറങ്ങിയെങ്കിലാണ് എനിക്ക് എക്സാം ഹാളിൽ എത്താൻ പറ്റുള്ളൂ. ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ തൽക്കാലം ഈ തിയറിയൊക്കെ ഇങ്ങനെ പോയിൻറ്റ്സ് ആക്കിയതിരുന്ന് വായിക്കാം. അല്ലാതെ ഞാൻ ഒരു ഫയൽ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുകയാണെങ്കിൽ. അത് വലിയൊരു PDF ആണ്. അത് മൊത്തം ഇരുന്ന് വായിക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലല്ല. അപ്പോൾ ഓരോന്നിൻ്റെ പോയിൻറ്റ്സ് കിട്ടുകയാണെങ്കിൽ കുറച്ചെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാമല്ലോ, ക്വസ്റ്റ്യനൊക്കെ കാണുകയാണെങ്കിൽ. ഇപ്പോൾ സമയം 6 മണിയായി. ഇനി ഞാൻ വിചാരിച്ചു വണ്ടി ഒന്ന് കഴുകിയിട്ടാണ്, നാളെ രാവിലെ പോകാനുള്ളതല്ലേ. അപ്പോൾ പിന്നെ ഇത് വായിച്ച് എനിക്ക് തന്നെ മടുക്കാൻ തുടങ്ങി. കാരണം തിയറി അല്ലേ, ഇങ്ങനെ വായിച്ചു. ഇനിയിപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷായി വന്നിട്ട് കാൽക്കുലേഷനുകളും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നോക്കാം. എല്ലാ ടോപ്പിക്കിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ക്വസ്റ്റ്യൻ ആൻസർ ഇങ്ങനെ വായിച്ച് നോക്കുമ്പോൾ നമ്മളെന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് കിട്ടുമല്ലോ. എഴുതാനൊക്കെ പോയതാണെങ്കിലും പെട്ടെന്ന് മഴ പെയ്തുകൊണ്ട് ഐ തിങ്ക് ദൈവം പറയണത് ചിലപ്പോൾ ഒന്നുകൂടി റിവൈസ് ചെയ്തോ മോനെ, അല്ലെങ്കിൽ നിനക്ക് എക്സാമിന് പണി കിട്ടും എന്നാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് റിസ്കിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ അതിൻ്റെ തിയറിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം.
എല്ലാത്തിൻ്റെയും അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നോക്കി ജസ്റ്റ് വെറുതെ രാത്രി വരെ വെക്കണ്ട. ഇപ്പോൾ തന്നെ എടുത്ത് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ രാത്രി എടുത്തു വെക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങാലോ. ഇതെങ്ങനെ കഴിക്കാന്ന് വെച്ചാൽ കേട്ടോ, ആദ്യം നമ്മൾ സോസ് ഇങ്ങനെ ഫുള്ളായിട്ട് ഒഴിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു മുളക് എടുക്കണം, ഒരു പീസ് മുളകും ഒരു പീസ് കുക്കുംബറും എടുക്കണം, മുകളിൽ ഇങ്ങനെ ആക്കണം. പിന്നെ ഇങ്ങനെ ഞെക്കിയിട്ട് മണി സമയം. ഇപ്പം തന്നെ നമ്മൾ ഓൾമോസ്റ്റ് റിസ്കിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞു. പിന്നെ രാവിലെ നമ്മൾ മേജേഴ്സ് ആൻഡ് അക്യൂസേഷൻ നോക്കിയതാണല്ലോ, എന്നാലും അതിൽ ഇതേപോലെ മിസ്റ്റേക്സ് ഉള്ള പേപ്പർ എഴുതിയിട്ടില്ല. അപ്പോൾ ഇപ്പം ഞാൻ കടയിൽ പോവാണ്. കടയിൽ പോയി വന്നിട്ട് മേജേഴ്സ് ആൻഡ് അക്യൂസേഷൻ്റെ അതേപോലെ മിസ്റ്റേക്സ് ഉള്ളത് എഴുതണം. പിന്നെ NPVൻ്റെ എന്തെങ്കിലും അങ്ങനെ നോട്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് എഴുതണം. എന്നിട്ട് അങ്ങനെ ആകുമ്പോൾ നാളെ രാവിലെ എനിക്കിത് മാത്രം വായിച്ചാൽ മതി. നാളത്തെ എൻ്റെ എക്സാമിൻ്റെ എത്രയാവും മാർക്ക് ഏകദേശം കിട്ടുക? തോക്കുകയാണെങ്കിലുള്ളതും പറയണം, ജയിക്കുകയാണെങ്കിലുള്ളതും പറയണം. പറഞ്ഞു ഒരു 75 മാർക്കൊക്കെ കിട്ടും. ദൈവം, പ്രൊഡക്ഷൻ ആണല്ലോ. ഇനി തോക്കുകയാണെങ്കിലുള്ളത് പറ. തോൽക്കാൻ സാധ്യതയൊന്നുമില്ല. ഞാൻ ആരോ ഏട്ടാ. പിന്നെ എങ്ങാനും ഒരു മാർക്കോ അങ്ങനെയൊക്കെ ഇനി വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ അത്രേ ഉണ്ടാവുള്ളൂ. തോക്കുകയാണെങ്കിൽ 49, ജയിക്കുകയാണെങ്കിൽ 75 എന്നാണ് അമ്മ പറയണത്. ഞാൻ പറയണത് ജയിക്കുകയാണെങ്കിൽ 62, തോക്കുകയാണെങ്കിൽ 48. നമുക്ക് നോക്കാം. ഓക്കേ. അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തി. ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഈ മേജേഴ്സ് ആൻഡ് അക്യൂസേഷൻ്റെ ഇതേപോലെ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉള്ള നോട്ട്സ് ഉണ്ടാക്കണം. എന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ വേറെ ഒന്നും പഠിക്കുന്നില്ല, ഉള്ളതൊക്കെ മതി. ഇനിയിപ്പോൾ കൂടുതൽ പഠിക്കാനിരുന്നാലും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ നോക്കാം. എന്നിട്ട് നാളെ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എടുത്തു വയ്ക്കാം, ഫുഡ് കഴിച്ച് വന്നിട്ട്. എന്നിട്ട് നന്നായിട്ട് ഉറങ്ങാം. ഒരു 8 മണിക്കൂർ കിട്ടുമെന്ന് ഡൗട്ടാണ്. കാരണം രാവിലെ 5 മണിക്ക് നീക്കണം, 6 മണിക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഏതായാലും തൽക്കാലം മേജേഴ്സ് ആൻഡ് അക്യൂസേഷൻ്റെ നോട്ട്സ് ഉണ്ടാക്കാം. പത്തേകാലായി, റിവിഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം, പിന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനി നാളെ എഴുന്നേറ്റിട്ട് എപ്പോഴാണെന്ന് വെച്ചാൽ ടൈം കിട്ടുമ്പോൾ ഈ ഒരു 3 പേജ് ഇത്രേ വായിക്കൂ. ഇനി ഇതിൽ കൂടുതൽ പ്രിപ്പറേഷനൊന്നും എനിക്ക് ചെയ്യാനില്ല. നമ്മൾ എത്ര ചെയ്താലും നമുക്കൊരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ, ഇതാണ് മാക്സിമം. അപ്പോൾ ബാക്കി ഇനി നാളെ ഇത് റിവൈസ് ചെയ്യണം, നേരെ എക്സാം ഹാളിൽ കയറണം. അപ്പോൾ ഇപ്പോൾ ഏതായാലും പോയി ഫുഡ് കഴിച്ച് വന്നിട്ട് പാക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് ടൈം ആകുമ്പോൾ വരുന്നു. എവിടെ നിന്നാണ് ഇതിങ്ങനെ ടൈമർ വെച്ച് വരുന്നത്? എക്സാമിന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളും അതേപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ തേച്ച് വെക്കുക. ഒരു കാരണവശാലും നാളത്തേക്ക് വെക്കരുത്. കാരണം അഥവാറ്റ കാര്യമില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഫുള്ള് പോകും. ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി എക്സാം ഹാളിലേക്ക് അല്ലെങ്കിൽ എക്സാം എഴുതാൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ കാണിച്ചു തരാം. ഇത് ഞാൻ പാസ്പോർട്ടാണ് മെയിനായിട്ട് കൊണ്ടുപോകണേ. കാരണം എന്താ വെച്ചാൽ എൻ്റെ ആധാർ കാർഡും എൻ്റെ പുതിയ ലൈസൻസും റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ ഇരിക്കുകയാണ്. ഞാൻ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി അവിടെ കൊടുത്തതാണ്, ഇതുവരെ കിട്ടിയിട്ടില്ല. ലൈസൻസ് എടുക്കുന്നുണ്ടെന്നാലും ഇത് പഴയതാണ്, അപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ പാസ്പോർട്ട്, അല്ലെങ്കിൽ ആധാർ കാർഡ്, അല്ലെങ്കിൽ ലൈസൻസ്, എന്തെങ്കിലും ഒന്ന് നമ്മുടെ ഫോട്ടോ ഉള്ള ID കൊണ്ടുപോകണം. പിന്നെ കൊണ്ടുപോകേണ്ടത് ഈ ഡോക്കറ്റാണ്. ഇതിലാണ് നമ്മുടെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ എക്സാമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് കൊണ്ടുപോവുക. നമ്മൾ സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നെ കൊണ്ടുപോവുക. പിന്നെ ഞാൻ ബുക്ക് ചെയ്തത് ആക്ച്വലി ഡോൺ ബോസ്കോ ആയിരുന്നു. ഡോൺ ബോസ്കോ എന്ന് പറഞ്ഞാൽ മുക്കത്താണ്, ഇവിടുന്ന് 1 മണിക്കൂറുള്ളൂ. പക്ഷേ എക്സാം ചേഞ്ച് ആയിട്ട് എനിക്ക് കിട്ടിയത് സീതാ സാഹിബ് മെമ്മോറിയൽ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? സീതാ സാഹിബ് മെമ്മോറിയൽ എന്ന് പറഞ്ഞൊരു കോളേജാണ്. ഇവിടുന്ന് 2.5 മണിക്കൂറുണ്ട്. രാവിലെ എത്ര നേരത്തെ പോകണമെന്ന് അറിയാം. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ ടയേർഡാവും, ഇത്രയും ട്രാവൽ ചെയ്ത് പോകുമ്പോഴേക്കും.
അപ്പോൾ ഇവരിത് മാറ്റുന്ന സാഹചര്യത്തിൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഓപ്ഷനെങ്കിലും തരികയാണെങ്കിൽ, ഇത് വൈകിട്ടാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, കാരണം രാവിലെ അവിടെ പോയിരുന്നാൽ മതിയല്ലോ. അപ്പോൾ ഇതൊക്കെ ചെറിയ പ്ലാനിങ് പ്രശ്നങ്ങളാണ്. അത് അവർ നെക്സ്റ്റ് ടേംസിലെങ്കിലും ഇതൊക്കെ ശരിയാക്കുകയാണെങ്കിൽ സ്റ്റുഡൻസിന് അത് ഒരുപാട് ഹെൽപ്ഫുള്ളാവും. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഒരു മെയിൽ അയക്കുന്നുണ്ട്, എൻ്റെ എക്സാം കഴിഞ്ഞിട്ട് വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് കൊണ്ടുപോകേണ്ടത്. പിന്നെന്താ, ഒരു പെന്നെടുക്കുക. പിന്നെ ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ. ആകെ ഡോക്കറ്റും നമ്മുടെ ഐഡിയും ഒരു പേനയും, ഇത്രയും നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റുള്ളൂ. ഈ ബാഗൊക്കെ ആക്ച്വലി ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. കാരണം ഞാൻ എൻ്റെ ACCയിലെ 13 പേപ്പറും ഈ ഒരു ബാഗ് ഇട്ടിട്ടാണ് പോയത്. എൻ്റെ ഫുൾ എല്ലാ പേപ്പേഴ്സും എന്നുവെച്ചാൽ ഒരു 3 കൊല്ലത്തോളം എൻ്റെ എല്ലാ എക്സാമിനും ഞാൻ കൊണ്ടുപോയ ബാഗാണിത്. ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീർക്കാം. എക്സാം ഡേ വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ 2 ദിവസത്തിനുള്ളിൽ തന്നെ ചാനൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ 10 വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.